എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലീപ്പർ ക്ലച്ച് വ്ളോഗ്സ്. നമ്മളിപ്പോൾ ആലുവ KTM വരെ ഒന്ന് പോകണതാണ്. മുട്ടം KTMൽ പോണതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മളുടെ 390 അഡ്വഞ്ചർ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂവിന് വേണ്ടിയായിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ മുട്ടത്തുള്ള KTM വരെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം അല്ലേ. യെസ്, നമ്മളപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ മുട്ടം KTMത്തിലാണ്, ആലുവ KTM. അപ്പോൾ ഇവിടെ നമ്മൾ വന്നത് നമ്മളുടെ 390 അഡ്വഞ്ചർ ടെസ്റ്റ് ചെയ്യാനാണ്. നമ്മുടെ കൂടെ നമ്മുടെ കൊച്ചി മച്ചാനും വന്നിട്ടുണ്ട്. കൊച്ചി മച്ചാനും ടെസ്റ്റ് റിവ്യൂ നടത്താൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഉള്ളിൽ കയറാം. വണ്ടി ഇവിടെ ഫസ്റ്റ് വണ്ടി ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചി മച്ചാനും നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ യെസ്, നമ്മളത് ആലുവ KTMൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഡിഫറൻസ് ഫീൽ ചെയ്യാം. പഴയ വണ്ടി ഇപ്പോൾ 390 പോലെ ഒരു ബാക്കിലോട്ടല്ല ലെഗിൻ്റെ പൊസിഷൻ, അതൊരു അപ്രൈറ്റ് പൊസിഷനാണ്. പിന്നെ ക്ലച്ച് ഇല്ലാതെ ഞാൻ ഷിഫ്റ്റ് വെച്ചാണ് ഇപ്പോൾ ഈ Piston 6 ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. വണ്ടി ലൈറ്റാണ്, നിമ്പിളാണ്, നിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് കൊള്ളാം, നല്ല പഞ്ചിയാണ്. ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും തന്നെ ക്ലച്ച് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ക്വിക്ക് ഷിഫ്റ്റ് അതെന്തോ ക്ലച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് സാഡിൽ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ഓക്കെയാണ്. ക്വിക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് ക്ലച്ച് എൻഗേജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വണ്ടി നല്ല മാനുവറബിളാണ്, റിലീസായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. യെസ്, ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു LN കീ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു വൈസറാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ 390യുടെ സെയിം തന്നെയാണെങ്കിലും ഡിസൈൻ വൈസ് ഇതിനകത്തേക്ക് ഇണങ്ങി ചേരാനുള്ള രീതിയിൽ ചെറിയൊരു ഡിസൈനിൽ ഒരു ചെറിയൊരു വേരിയേഷൻ നടത്തിയിട്ടുണ്ട് ആ ഒരു പാർട്ടിൽ. പിന്നെ ടയർ സൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റ്സെല്ലറുടെ ടൂറൻസ് ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 190 എന്ന് പറഞ്ഞ സൈസിലുള്ള ടയേഴ്സാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മറ്റൊരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ WP അപ്പെക്സിൻ്റെ സസ്പെൻഷനാണ്. ഇതിൻ്റെ ഡാമ്പിങ് അഡ്ജസ്റ്റബിൾ ആണ്. 170 mm ആണ് ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കർവ്ഡ് റേഡിയേറ്റേഴ്സാണ്. 2 റേഡിയേറ്റേഴ്സാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ കൂളിംഗ് സിസ്റ്റം കുറച്ചും കൂടിയും എഫിഷ്യൻ്റ് ആണ് ഈ വണ്ടിയിൽ. പഴയ നമ്മളുടെ 390 പോലെ അത്രയും ചൂടാവത്തില്ല. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ഒരു പുതിയൊരു ഡിസൈൻ. ഈ ഒരു ടാങ്കിന് മാത്രം ഏകദേശം ഒരു 45,000 വരുന്നുണ്ട്. ടാങ്ക് ഇമ്പോർട്ടഡ് ആണ്. 14.5 ലിറ്റേഴ്സാണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്കായിട്ട് തന്നെ ഈ വണ്ടിയിലൊരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മളുടെ ബെല്ലി പാൻ എന്ന് പറയുന്നത് ഒരു ഫൈബറും അലൂമിനിയം ഷീറ്റും കൂടിയും ചേർന്നൊരു ഡിസൈനിലാണ്. ഈ ഒരു സൈഡിലോട്ടുള്ള പീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഫൈബറാണ്. താഴെ ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാം ഇതിനകത്ത് നമ്മളുടെ ഫുഡ് പെഗിൽ 2 സൈഡിലെയും ഫുഡ് പെഗ് ടീത്ത് ഡിസൈൻഡ് ആണ്. പിന്നെ ഇവിടെ വരുന്ന ബ്രേക്കും ടീത്ത് ഡിസൈൻ ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു ഗ്രിപ്പിംഗ് ഇതിനകത്ത് കിട്ടുന്നതാണ്. സൈഡിലോട്ട് വരാം. എക്സോസ്റ്റിന് പുതിയൊരു ടൈപ്പ് ഡിസൈനാണ്. ഒരു അപ്സ്വിഫ്റ്റ് എക്സോസ്റ്റാണ്. വെള്ളം തിരിച്ച് വലിക്കാത്ത രീതിയിലുള്ള നമ്മളുടെ KTM ഡിസൈനിലുള്ള ഒരു എക്സോസ്റ്റ് തന്നെയാണ്. അതിൻ്റെ സൈഡിലോട്ടുള്ള ഡിസൈനിലോട്ട് ഞാൻ പിന്നെ വരാം.
ഇതിൻ്റെ വണ്ടിയുടെ ഡിസ്ക് സൈസ് പഴയ വണ്ടിയായിട്ട് സെയിം തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല. ബാക്കിൽ വരുമ്പോൾ മെറ്റ്സലാർ ടൂറൻസ് തന്നെ 130 80 R17 സൈസിലുള്ള ടയേഴ്സാണ് ബാക്കിലുള്ളത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിൽ LED ലൈറ്റ്സിനൊരു പുതിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പിലിയൻ ഗ്രാബ് റെയിലും ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്. സൈഡിലൊരു ചെറിയൊരു സാരി കാർഡുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ ഗിയർ ലിവേഴ്സ് ഇതുപോലെ ഫോൾഡബിൾ ആണ്. ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ ഞാൻ തന്നെ ഒരു പ്രാവശ്യം പോയിട്ട് ഇതുപോലെ എൻ്റെ ഗിയർ ലിവർ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അന്നത് ഫോൾഡായി പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അത് സേവ് ആയിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നും ഈ പോർഷനിലേക്ക് നമ്മളുടെ കൂളൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കൂളൻ്റ് പഴയ വണ്ടിയിലൊക്കെ ഫ്രണ്ടിലായിരുന്നു, ഹാൻഡിൽ ബാറിന് തൊട്ട് താഴെയായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂളൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ 390 ഉള്ളവർക്കൊക്കെ അറിയാം, ഇതിൻ്റെ ഈ എക്സോസ്റ്റിലേക്കുള്ള പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് മുതൽ എക്സോസ്റ്റ് വരെ ഈ സൈഡിൽ കൂടെയാണ് കൊടുത്തിരുന്നത്. ഇതിൽ കൂടെ വന്ന് ഇവിടെ നിന്ന് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്കാണ് പോയിരുന്നത്. ഇപ്പോൾ പുതിയ ഡിസൈൻ, എൻജിനിൽ നിന്നും ഡയറക്റ്റ് ഇവിടേക്കൊരു കാറ്റലിറ്റിക് കൺവേർട്ടർ വന്ന് താഴെ കൂടെ എടുത്ത് ഈ കാറ്റലിറ്റിക് കൺവേർട്ടറിലേക്ക് പോയി അവിടെ നിന്നാണ് എക്സോസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എമിഷൻ 2 കാറ്റലിറ്റിക് കൺവേർട്ടറിൽ കൂടെ കയറിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഈ വണ്ടിയിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ് ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എന്ന് പറഞ്ഞത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അപ്പ് ഷിഫ്റ്റ് ചെയ്യാനോ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനോ ക്ലച്ച് യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഈ വണ്ടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. അത്യാവശ്യം എൻ്റെ കാല് ടിപ്ടോ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ എൻ്റെ ഫുട്ട് ഫുൾ റെസ്റ്റ് ചെയ്യാനാണെങ്കിൽ വണ്ടി ഇതുപോലെ സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് ലീൻ ചെയ്യും. ഇനി ഫ്രണ്ടിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ ഒരു GPS മൗണ്ട് വെക്കാനുള്ളൊരു പൊസിഷനുണ്ട്. അത് നമ്മളുടെ KTMൻ്റെ പവർ പാർട്ടിൽ അവൈലബിൾ ആണ് GPS മൗണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് ചാർജർ ഇവിടെ ഉണ്ട്. നമുക്ക് സാധാരണ കാർ ചാർജർ പോലത്തെ ഒരു ചാർജർ എടുത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്യാം. വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ റെഡി ടു റേസ് എന്നുള്ളത്. ഇനി ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കാണിച്ചു തരാം. വണ്ടി ഈ സെറ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഇവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. KTM iRide, ട്രിപ്പ് ഡാറ്റ, മോട്ടോർ സൈക്കിൾ സെറ്റിങ്സ്. മോട്ടോർ സൈക്കിളിൽ കയറി കഴിഞ്ഞാൽ MTC ട്രാക്ഷൻ കൺട്രോളാണ്, ABS, ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ്. ഈ MTC എന്ന് പറയുമ്പോൾ ട്രാക്ഷൻ കൺട്രോളാണ്. നമുക്ക് ഓണും ഓഫും ചെയ്യാം. ഓഫ് ചെയ്യണമെങ്കിൽ സെറ്റ് ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് ഓഫാകുന്നതാണ്. പക്ഷേ വണ്ടിയുടെ ഇഗ്നിഷൻ ഓഫായി കഴിഞ്ഞാൽ തിരിച്ച് ഓട്ടോമാറ്റിക്കലി ഓണാകും. ABS ഡിഫോൾട്ടായിട്ട് റോഡിൽ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക, റോഡ് എന്ന ഓപ്ഷനിലേക്ക് എപ്പോഴും ഉണ്ടാവുക. പിന്നെ ഓഫ് റോഡാണ് ഓപ്ഷൻ ഉള്ളത്. അത് ബാക്കിലെ ABS കിൽ ചെയ്യും. ഇപ്പോൾ സെറ്റ് ചെയ്താൽ ബാക്ക് അടിക്കുക. ക്വിക്ക് ഷിഫ്റ്റർ ഇതുപോലെ എപ്പോഴും ഓൺ ആയിരിക്കും. ഓഫ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെറ്റ് പ്രസ് ചെയ്യുക, ക്വിക്ക് ഷിഫ്റ്റർ ഓഫ് ആവും. പിന്നെ ഉള്ളത് KTM iRide എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ഈ KTM iRide എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാവിഗേഷനൊക്കെ വേണ്ടിയുള്ള ഒരു ആപ്പാണ്. അത് നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും 600 rupees വൺ ടൈം പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തേക്ക് ചെയ്താൽ നമുക്ക് വണ്ടിയിൽ ഒരു നാവിഗേഷൻ ചെറുതായിട്ട് ഈ ഒരു സൈഡിൽ കിട്ടും. TFT പാനലൊക്കെ സെയിം തന്നെയാണ്. അതിനകത്ത് എക്സ്ട്രാ ആഡായി വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു 2-3 ചെറിയ ഫീച്ചേഴ്സുകൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 14.5 liters ടാങ്കാണ്. 45,000 ആണ് ഈ ഒരു ടാങ്കിൻ്റെ മാത്രം പ്രൈസ് വരുന്നത്. സോഴ്സ് നോട്ടിൽ നിന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത്. ചെയിൻ ഇച്ചിരി ലൂസായതുകൊണ്ട് തന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഇടുമ്പോൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്നൊരു മിസ്സിങ് പോലെ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ചെയിൻ ലൂസായതിൻ്റെയാണ്. ഹയർ RPM പോയിട്ട് നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ലോവർ RPM നമ്മൾക്ക് അത് നല്ലോണം ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്.
നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലോക്കൽ ട്രാക്കിൽ വന്നിരിക്കണം കേട്ടോ. നമ്മളുടെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓ സ്ലൈഡിങ് സൂപ്പർ ഇൻ ദിസ് ബൈക്ക്. ഇപ്പോഴാണ് ഈ വണ്ടിയുടെ ഒരു ടെറിട്ടറിയിലോട്ട് നമ്മളെത്തിയത്. പിന്നെ കുറച്ച് മൈനസ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു KTM വൈബ്രേഷൻ ഇതിനകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ വണ്ടികളെ പോലെ അത്രയും അല്ലെങ്കിലും തന്നെ കുറച്ചൊക്കെ ഈ വണ്ടിയിലും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി നിർത്തിയിട്ടാൽ തന്നെ നല്ലോണം ഹീറ്റ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പഴയ വണ്ടിയുടെ ഏകദേശം അത്രയും തന്നെ നമുക്ക് ഇതിനകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചെയിൻ ലൂസായതുകൊണ്ടാവാം ക്വിക്ക് ഷിഫ്റ്റർ സ്പോട്ട് ഓൺ എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഈ ചെയിൻ ലൂസായതിൻ്റെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഈ വണ്ടി എന്താ പറയുക, ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഹിമാലയൻ പിന്നെ ബെനലി TRK ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടി നല്ല ഇലക്ട്രോണിക്കലി നല്ലോണം ഫീൽഡാണ്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു വണ്ടി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഓടിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതിന് ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ദി പോപ്പുലർ KTM at ALUVA. 0-100 ഒന്ന് വെക്കാതോ. ഒന്നും കൂടി ബിഗ് ഷൗട്ട് ഔട്ട് ടു പോപ്പുലർ KTM at ALUVA, എസ്പെഷ്യലി ജോഹൻ. നമ്മളുടെ ജോഹനാണ് KTM ALUVA സെയിൽസിലെ ഹെഡ് മെയിൻ. അപ്പോൾ ഈ വണ്ടി അല്ലെങ്കിൽ വേറെ മറ്റേതൊരു KTMൻ്റെയും ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പുതിയ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് ജോഹനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ജോഹൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഈ വണ്ടി നമുക്ക് ഇന്നൊരു 1.5 മണിക്കൂറോളം തന്നെ ഇപ്പോൾ ശരിക്കും ഓടിച്ച് ഈ വണ്ടി എന്താണെന്നുള്ളതും ഇതിൻ്റെ ഒരു ക്യാരക്ടറും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ തന്നെ പറ്റിയിട്ടുണ്ട്. ഓവറോൾ ഈ വണ്ടി ഹാപ്പിയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള നമ്മുടെ ഡുക്കൂബെ ആണെങ്കിലും ചെറുതായിട്ട് കൺവേർട്ടഡ് ആണ് ടു അഡ്വഞ്ചർ. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഈ സീറ്റ് ഹൈറ്റും ടയർ ഹൈറ്റും ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഹൈറ്റായിട്ട് ഏകദേശം മാച്ച് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ ഡ്രൈവ് വെയ്റ്റ് 162 ആണ്. കൊള്ളാം, എന്തായാലും നല്ലൊരു വണ്ടിയാണ്. KTMന് മാർക്കറ്റിലോട്ട് വീണ്ടും പുതിയൊരു പോരാളിനെ ഇറക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഈ വണ്ടിയിൽ നിന്നുള്ളൊരു പ്രഡിക്ഷൻ. യെസ്, നമ്മുടെ ഇന്നത്തെ ഈ എന്താ പറയുക KTM 390 അഡ്വഞ്ചറിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സ്ലിപ്പർ ക്ലച്ച് വ്ലോഗ്. അപ്പോൾ ഈ 390 അഡ്വഞ്ചറിനെ കുറിച്ച് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, പൊളി സാധനം.